ഈ കുമ്പളവ് ഇങ്ങനെ അങ്ങ് കൃഷി ചെയ്തേക്കാണ് കുറെ അല്ലേ? അതെ, നമ്മൾ മുളക് കൊടുത്താൽ 50 രൂപ കിട്ടുള്ളൂ, ചെടിയോടെ കൊടുത്താൽ 100 രൂപ കിട്ടും. ചേട്ടാ ഇത് കൊമ്പൻ ഈ കുമ്പളവ് ഇങ്ങനെ അങ്ങ് കൃഷി ചെയ്തേക്കാണ് കുറെ അല്ലേ? അതെ, നമ്മൾ മുളക് കൊടുത്താൽ 50 രൂപ കിട്ടുള്ളൂ, ചെടിയോടെ കൊടുത്താൽ 100 രൂപ കിട്ടും. ഇപ്പൊ ഒരു കോട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരു മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഉടനെ മുളക് മേടിക്കാൻ പോകണ്ട. ഇതാ തിണ്ണക്കടിയിൽ എവിടെയാലും ഒരു 2-3 മാസത്തോളം മിച്ചായി. ഇത് കാഴ്ച തുടങ്ങിട്ടോ? കാഴ്ച ഇത് വിളവെടുത്തില്ല? ഇല്ല, വിളവെടുത്തില്ല, ഫസ്റ്റിലേ ഉള്ള ഇതാ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുറെ വിറ്റു, ഇത് തൈകൾ വിറ്റു. ഈ ഗ്രോ ബാഗ് എവിടുന്ന്? ഗ്രോ ബാഗ് നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചാ. ഗ്രോ ബാഗിന് ഒരു 12 രൂപ, തൈക്ക് ഒരു 10 രൂപ, 11 മന്ത് 22, 100 രൂപയ്ക്ക് വിറ്റു. ഇത്ര നാളത്തെ ഒരു പരിപാലനം. അതെ, പരിപാലനം. ഇപ്പൊ വേനയ്ക്ക് ഇതെല്ലാം പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു. നനയ്ക്കണ്ടേ? അതെ, നനയ്ക്കണം. 2 നേരം നന കൊടുക്കണം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത്തിരി സൂര്യപ്രകാശം ഉള്ളിടത്താ ഇത് കൂടുതൽ കായ്ക്കുള്ളൂ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത് കാ കുറവാണ്, കുറച്ചുകൂടെ വരണ്ടായിരുന്നു. ഈ കാലാവസ്ഥ നമുക്ക് പറ്റിയില്ല, അത് ഭയങ്കരമായ ചൂടാണ്, കരിച്ചിലൊക്കെ വരുന്നു. നന നല്ലോണം കൊടുക്കണം. കൊടുക്കണം. വേറെ എന്തെങ്കിലും മരുന്ന് കളിച്ചു കൊടുക്കണോ? അല്ലല്ല, ഇതിന്റെ ഇലയ്ക്ക് ഭയങ്കര കേടുള്ളതാണ്. ആ കേടുള്ളതിനെ അതിന്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേടുള്ളത് ഇതെല്ലാം കേടുള്ളത് മാറ്റി വെച്ചു. അതുപോലെ ചോലയിൽ നിന്ന സാധനം ഇതുണ്ടോ, കായ്ച്ചിട്ടില്ല. അത് ശരി. ഇത്രയും വലിയ ചീനിയാൽ പോലും ഇതുവരെ മുളകില്ല. അതേ സ്ഥാനത്ത് വെയിലേറെ അടിച്ചെടുത്തത് ഞാൻ. അതൊരു പ്രത്യേകത, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. വെയിൽ നന്നായി, വെയിൽ വേണം. മാത്രമാണ്. അതാണ് അതിനെപ്പറ്റി ഞാൻ ഇത് അങ്ങേറ്റത്ത് ഇരുന്നതാ. ആ സാധനം ഞാൻ ഇന്നലെ എടുത്ത് അങ്ങോട്ട് മാറ്റിയതാ, 5 കൂട. അത് ശരി. കാരണം വെയിലുള്ളിടം വരെയും കഴിക്കും, വെയിലില്ലാത്തടത്ത് കായ്ക്കല. അതാണ് ചീനിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഈ കേടുള്ളതിനെ ആ കൂട്ടത്തിൽ നിന്ന് എത്രയും വേഗം അവനെ മാറ്റി പിഴുത് ദൂരെ കളയുക എന്നുള്ളതാണ്. എങ്ങനെ ഇത് ഇലയ്ക്ക് മുരടിപ്പ് എന്തെങ്കിലും തളിച്ചു കൊടുത്തോ? തളിച്ച് സാഫ് അടിച്ചു നോക്കി, പക്ഷെ എന്ത് മരുന്നടിച്ചാലും പ്രയോജനപ്പെട്ട് കാണുന്നില്ല. അതിന്റെ ഒരു പ്രത്യേകത ഇതാ, ഇതുണ്ടോ, ഇത് മുരടിപ്പാണ്. കാരണം ആ മുരടിപ്പ് ആ മുളകിലും ഉണ്ട്. ഈ ചീനി ഇനി വളരില്ല, ഇത് കളഞ്ഞാൽ മതി. പിന്നെ നമ്മളിത് ഈ രോഗം പഠിക്കണമല്ലോ, അതിന് വേണ്ടിട്ട് നിർത്തുന്നുള്ളൂ, കുറച്ച് കളയണം. അത് ഇതുണ്ടോ, ഇതിന് കുഴപ്പമില്ല. ഇതാ, അത് കുഴപ്പമില്ല. ഇത് വെയിലത്ത് വെച്ചപ്പോ തിരി ഇടുന്നുണ്ടല്ലേ? വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പം അതിനുള്ള മാറ്റം വരുന്നുണ്ട്.